ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന തൊപ്പിയുടെ അതായത് നിഹാദ് എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ നിഹാദ് കൊണ്ടുവന്ന ആ ഒരു പിള്ളേരുടെ പ്രശ്നങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് കണ്ടപ്പോൾ അതായത് കുറേ പേര് തൊപ്പീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, കുറേ പേര് തൊപ്പി കൊണ്ടുവന്ന പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, കുറേ പേര് തൊപ്പീനെ നെഗറ്റീവ് സംസാരിക്കുന്നുണ്ട്, കുറേ പേര് തൊപ്പി കൊണ്ടുവന്ന് പിള്ളേരെ നെഗറ്റീവ് പറയുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ ആൾക്ക് ഇഷ്ടപ്പെടാം, കുറേ ആൾക്ക് ശത്രുത ഉണ്ടാവും, കുറേ ആൾ ഹെയ്റ്റേഴ്സ് ഉണ്ടാവും, അങ്ങനെ പല കുറേയൊക്കെ. പക്ഷേ എനിക്കിതൊക്കെ കണ്ടിട്ട് മനസ്സിലായ ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും ഇവരെ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ വന്നതല്ല ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പം എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു. സോ ദാറ്റ്സ് വൈ ഐ കം. കാര്യങ്ങൾ ഇത്രക്ക് വഷളായതുകൊണ്ട്, അതായത് എല്ലാ മീഡിയക്കാരും, അതായത് ഇപ്പം ഗവൺമെൻറ് ഏറ്റെടുത്തേക്കാണ്. എന്തിനാടാ ഇതൊക്കെ? വെറുതെ ഗവൺമെൻറ്റിനെ വിട്ട് പൈസ കൊടുക്കണം എന്തിനാണ്? സ്വന്തം സുഹൃത്തുക്കളായി കുറേ കാലം നടന്നതല്ലേ. എനിക്ക് എന്താ പറയുക, കാലം പോയ പോക്ക് കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. കുറേ കാലം ഈ പബ്ലിക് കേരള എന്ന് പറയുന്നത് എന്നെ കുറേ ഇല്ലാത്ത കഥകളും പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് കുറേ മൈരന്മാർ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പിടിക്കാനും ഓരോന്നും ഒരു കാര്യം അറിയില്ല, ഒരു ചുക്കും അറിയില്ല. എന്നിട്ടും കുറേ മൈരന്മാർ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. കുറേ എണ്ണമുണ്ട്. ഓരെല്ലാം റീച്ചിന് വേണ്ടിയിട്ട് കാതറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയാം എന്നുള്ള രീതിയിൽ കുറേ ചെലച്ചങ്ങോട്ട് വിട്ട്, എന്നിട്ട് കുറേ എന്നെ പറ്റിയിട്ട് എന്തെല്ലാം പഠിച്ചോനെ, സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഒരു ചെറിയ പിണക്കങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് സംസാരിച്ചിട്ട്, ഞാനായിട്ടുള്ള ഒരു പ്രശ്നമല്ല, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. പക്ഷെ ഞാനായിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം പറഞ്ഞ ഒരുമാതിരി ഫാമിലീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് നമ്മളെ അവിഹിത കഥകളും മറ്റമയിര് കഥകളൊന്നും പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇതുവരെ നിന്നില്ല. പക്ഷേ ഇനി ഏത് മോനും അങ്ങനത്തെ ഒരു കളി കളിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തിറക്കും എന്നുള്ളൊരു വാശിയായതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തേൽ ഞാൻ ഇട്ടേക്കണത്. മാക്സിമം എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഫാൻസായിരിക്കാം, കുറേ ഹെയ്റ്റേഴ്സും ഉണ്ട്. അതായത് ശത്രുക്കളാണ് കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ് വരുന്നത്. അതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അത് അനുഭവമേ ഗുരു. എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എത്ര പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് ഒരു ഫാമിലി, ഞാനിപ്പോൾ പറയുന്ന എൻ്റെ കാര്യം, എൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം കേട്ടോ. എല്ലാവരും എന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് ചിത്രീകരിച്ച് ഇന്നും എത്രയോ ആൾക്കാർ ഒരു കൊലയാളായിട്ട് എന്നെ കാണുന്നുണ്ട്. എൻ്റെ റബ്ബാണ്, മുത്ത് നബിയാണ്. എൻ്റെ കൈ കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ടുണ്ട്. നല്ല വിഷമമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ഇപ്പം ഈ ഒരു കഥ കാണുമ്പം എനിക്ക് മനസ്സിലായത്, പണം, പദവി, പ്രശസ്തി ഇതൊക്കെയുള്ള ആൾക്കാർക്ക് എന്തും ഈ ലോകത്ത് ചെയ്യാം, എന്തും ഈ സമൂഹത്ത് ചെയ്യാം. അതായത് ഈ കാദർ കരിപ്പൊടി ചെയ്യുന്ന പോലെ എത്ര വലിയ ക്രിമിനലായിട്ടുള്ള ഈ കാദർ കരിപ്പൊടീൻ്റെ മുഖം മൂടി ആരും മനസ്സിലാക്കുന്നില്ല, ആരും വീഡിയോ ഇടുന്നില്ല. പക്ഷെ ഒരു നാൾ, ഒരു ദിവസം വരും, എല്ലാം വരും, പുറത്ത് വരും. ഇതേപോലെ എല്ലാം പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൻ്റെ ഫുള്ള് ഹിസ്റ്ററി പുറത്ത് വരും. എന്നെ ചെയ്യും. നല്ല രീതിക്ക് വിഷമമുണ്ട്. കാരണം എത്രയോ കുടുംബം തകർത്ത ഒരു ചാനലാണ് പബ്ലിക് കേരള. അതും യൂട്യൂബിൽ പറഞ്ഞ് അപമാനിച്ച്, സത്യാവസ്ഥയാണെങ്കിൽ ഓക്കെ, ഒരു വീട് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നറുക്കെടുപ്പ് എടുത്തിട്ട് വീടും കൊടുത്തിട്ടില്ല, ഫുൾ എമൗണ്ടും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കാതെ നടക്കുന്ന ഇമാതിരി കാദറിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ. എനിക്ക് മനസ്സിലാകില്ല. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഉണ്ട്, ഒരു നിഷാൽ എന്ന് പറഞ്ഞ ചെക്കൻ്റെ. എനിക്കവനെ സോഷ്യൽ മീഡിയയിൽ അറിയാം, പരിചയമുണ്ട്. അവന് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടൊരു മീറ്റപ്പ് നടത്തിയിട്ടോ അങ്ങനത്തെ ഒരു ബന്ധമില്ല. അല്ലാണ്ട് അനാവശ്യ കാര്യം സംസാരിച്ചിട്ടോ പേഴ്സണൽ കാര്യം സംസാരിച്ചിട്ടോ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഈ കാദർ കരിപ്പൊടി പറഞ്ഞുണ്ടാക്കിയ കഥകൾ നിങ്ങൾക്കറിയാം.
ഞാനവനും ഡ്രഗ്സ് ഡീലറാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ പിന്നെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അത് പോട്ടെ, ഞാനൊരു വീഡിയോ ഉണ്ട്, എനിക്കൊരു വീഡിയോ വന്നു. ആ വീഡിയോയിൽ ഈ ഖാദർ കരിപ്പൊടി പറയണ സമത ഒരു ഹായ്. നമ്മളിപ്പോൾ ബാലാജിയിലാണ്. മഹനാസ് സഫ ഇൻ്റർവ്യൂ. എൻ്റെ പേര് വെച്ചിട്ടൊരു സംസാരിക്കുന്നുണ്ട്. എന്താ അറിയോ, എൻ്റെ വൈഫായ സഫയും മെഹനും തമ്മിലുള്ള ഇൻ്റർവ്യൂ. ആന മുട്ടയാണ്, അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. എന്നിട്ട് അവൻ ആ ഒരു വീഡിയോ ഇറക്കിയേക്കാണ്. അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉളുപ്പുണ്ടോടാ, ഇത്തിരി ഉളുപ്പുണ്ടോ നിനക്ക്? മറ്റുള്ളവരെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് സമാധാനത്തിൽ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിനക്ക് സമാധാനത്തിൽ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ച് കിട്ടും. എല്ലാവരും ജീവിതം നശിപ്പിച്ച നിനക്ക് ഉറപ്പായിട്ടും ഒരു നാൾ ഇതിൻ്റെ മറുപടി പടച്ച റബ്ബ് നിനക്ക് തരും. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാനായിട്ട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. എല്ലാം മേലാ റബ്ബ് കാണുന്നുണ്ട്. ഓന് ഈ പറയുന്ന ഒരുപാട് പോസ്കോ കേസിലും കുറേ പെണ്ണുങ്ങളെ പീഡിപ്പിക്കലും കുറേ പെണ്ണിനെ കയ്യിലാക്കിയിട്ട് ആ പെണ്ണിനെ വെച്ചിട്ട് സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കലും ഇങ്ങനെയൊക്കെ നടക്കണ ഈ ഖാദർ കരിപ്പൊടിനെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും, അത് ഉറപ്പാണ്, ഒരു ദിവസം വരും. ഇപ്പം തൊപ്പിയുടെ കഥകളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ എന്ത് കഥ, അതിൽ ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല. കാരണം അവരെനിക്ക് പേഴ്സണലി അറിയില്ല. അവരെ ഇതിൽ എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം, ഫ്രണ്ട്ഷിപ്പായിട്ട് പണക്കുകളുണ്ടാവും. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ചെറ്റത്തരാണ്. അത് ഭയങ്കര മോശമായ കാര്യമാണ്. അപ്പുറം ഇപ്പുറം പറയുക മോശം. ഫസ്റ്റ് തുടങ്ങിയത് ആര് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരാൾ സൈഡ് തുടങ്ങുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ചില സമയം അത് ക്ലിയർ ആക്കേണ്ടി വരും. അതാണ് ഇപ്പം തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊപ്പീൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിയിക്കണം തോന്നി. എൻ്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ ഓക്കെ, ബൈ.